2014 മാർച്ച് 8. സമയം പുലർച്ചെ 12:41. ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്ക് ഒരു വിമാനം പുറപ്പെടുന്നു. പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം ആ വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. മലേഷ്യൻ എയർലൈൻസ് വിമാനമായ MH370 അപ്രത്യക്ഷമായത് ചരിത്രത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വ്യോമയാന രഹസ്യങ്ങളിലൊന്നാണ്. ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം പുലർച്ചെ 1:19 ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 ആയിരുന്നു കോക്പിറ്റിൽ നിന്നുള്ള അവസാന സന്ദേശം. ദക്ഷിണ ചൈന കടലിന് മുകളിലെത്തിയപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിന് വിമാനവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതിനുശേഷം ആ വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 15 രാജ്യങ്ങളിൽ നിന്നുള്ള 12 ക്രൂ അംഗങ്ങളും 227 യാത്രക്കാരുമുണ്ടായിരുന്നു വിമാനത്തിൽ. വിമാനം പടിഞ്ഞാറോട്ട് തിരിയുകയും മുൻനിശ്ചയിച്ച റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചതായി റഡാർ ഡേറ്റ കാണിക്കുന്നു. പ്രാരംഭ തിരച്ചിൽ ദക്ഷിണ ചൈന കടലിൽ കേന്ദ്രീകരിച്ചു. എന്നാൽ സാറ്റലൈറ്റ് ഡേറ്റ പ്രകാരം ആയിരക്കണക്കിന് മൈലുകൾ പിന്നിട്ടു എന്നും പറയുന്നു. സാറ്റലൈറ്റ് ആശയവിനിമയത്തിന്റെ വിശകലനത്തിൽ വിമാനം തെക്കോട്ട് തിരിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രം മുറിച്ചുകടന്നു. ഈ വിവരം അറിഞ്ഞ് ഒന്നിലധികം രാജ്യങ്ങളും ഏജൻസികളും ഉൾപ്പെട്ട വൻ തിരച്ചിൽ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. MH370നായുള്ള തിരച്ചിൽ ചരിത്രത്തിലെ ഏറ്റവും വിപുലവും സങ്കീർണവുമായ ഒന്നായി മാറി. 7.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ഫ്ലാപ്പറോണും ചിറകിന്റെ ഭാഗങ്ങളും ഉൾപ്പെടെ വിമാനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഈ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും MH377ന്റെ തിരോധാനത്തിന്റെ കാരണം അജ്ഞാതമായി തുടരുന്നു. പിന്നീട് ഈ മിസ്സിങ്ങിന് ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. നടക്കാൻ സാധ്യതയുള്ള കുറച്ചു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി. പൈലറ്റിന്റെ അനാസ്ഥ, ഹൈജാക്കിംഗ്, മെക്കാനിക്കൽ തകരാർ, അട്ടിമറി അങ്ങനെ തുടങ്ങിയ നിരവധി സാധ്യതകൾ ഉയർന്നുവന്നു. അന്വേഷകർ പൈലറ്റുമാരുടെ പശ്ചാത്തലം, യാത്രക്കാരുടെ പശ്ചാത്തലം, വിമാനത്തിലുണ്ടായിരുന്ന ചരക്കുകൾ എന്നിവയെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചു. എന്നാൽ കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. മലേഷ്യ, ചൈന, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ സോണാർ, റഡാർ, അണ്ടർവാട്ടർ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന സാങ്കേതികവിദ്യ വിന്യസിച്ചുകൊണ്ട് തിരച്ചിൽ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. വിമാനം തകർന്നതായി കരുതപ്പെടുന്ന ഓസ്ട്രേലിയൻ കടലിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചു. 2017 വിശ്വസനീയമായ തെളിവുകളൊന്നും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനായി 2018 മലേഷ്യ US ആസ്ഥാനമായുള്ള ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി കരാർ ഒപ്പിട്ടു. കമ്പനിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരഞ്ഞെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. വീണ്ടും ഓഷ്യൻ ഇൻഫിനിറ്റിയെ സമീപിച്ചതിന് ശേഷം പുതിയ തിരച്ചിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് മലേഷ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. കമ്പനിയുടെ മുൻ ശ്രമത്തിന് ഉത്തരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഏകദേശം 6 വർഷത്തിനു ശേഷം വീണ്ടും തിരയാനുള്ള പ്ലാനിലാണ് കമ്പനി. ഇനിയുള്ള തിരച്ചിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണ്.